ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഇത് മാരുതി സുസുക്കി 800 MB-FI വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ ദൂരം AC ഇട്ട് ഓടിക്കുന്ന അവസരത്തിൽ എൻജിൻ നല്ല രീതിയിൽ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ AC കൂളിംഗ് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ വിത്തൗട്ട് AC ഇടാതെ നമ്മൾ ഓടിക്കുന്ന അവസരത്തിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ എൻജിന് ഈ വണ്ടിക്ക് കാണിക്കുന്നില്ല എന്നാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ വണ്ടി AC ഇട്ട് ഓടുന്ന അവസരത്തിൽ കുറേ ദൂരം ഓടിക്കുന്ന അവസരത്തിൽ ചെറിയ ഓട്ടത്തിലൊന്നും ഇല്ല, ഏകദേശം ഒരു 5-10 കിലോമീറ്ററൊക്കെ ഓടിക്കുന്ന അവസരത്തിൽ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ റിസർവ് ടാങ്കിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ റേഡിയേറ്ററിൻ്റെ ഭാഗത്തു നിന്ന് വെള്ളം തിളച്ച് പോകുന്നതായിട്ട്, വെളിയിലൊക്കെ കൂളൻ്റ് കിടക്കുന്നതായിട്ട് കസ്റ്റമർ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് AC ഇടുമ്പോൾ ഫാൻ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. അപ്പോൾ എന്താണ് ഇതിന് സംഭവിച്ചേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ AC ഇടുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആവുന്നുണ്ട് എന്നാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ AC ഇട്ട് നോക്കിയ സമയത്ത് കംപ്രസറിന് വേറെ പിടുത്തമോ കാര്യങ്ങളോ ഒന്നുമില്ല, വാട്ടർ പമ്പിൻ്റെ ബെൽറ്റിന് വേറെ ലൂസോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വേറെ ബെൽറ്റ് ലൂസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ACയുടെ ബെൽറ്റ് ലൂസോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല, വാട്ടർ പമ്പിന് ഇളക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ വാട്ടർ പമ്പിന് വിഷയം ഉണ്ടെങ്കിൽ പോലും കുറേ ദൂരം ഓടി കഴിയുന്ന സമയത്ത് വണ്ടി ഇതുപോലെ ഓവർ ഹീറ്റ് കാണിക്കണം. അപ്പോൾ ശരിക്കും പറയാൻ പറ്റില്ല, നമ്മൾ വിത്തൗട്ട് AC കുറേ ദൂരം ഓടിക്കുന്ന സമയത്ത് ഓവർ ഹീറ്റ് കാണിക്കുന്നുണ്ടോ എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം കസ്റ്റമർ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അല്ലാതെ ഓവർ ഹീറ്റിൽ AC ഇടുമ്പോഴാണ് ഇതിന് ഓവർ ഹീറ്റായിട്ട് വരുന്നത്. ടെമ്പറേച്ചർ ഗേജും നല്ല രീതിയിൽ മുകളിലോട്ട് നല്ല രീതിയിൽ ഓടുമ്പോൾ മുകളിലോട്ട് പോകുന്നുണ്ട്. അല്ലാതെ വിത്തൗട്ട് AC വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കൂളൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയറാണ്. നമ്മൾ ഓൾറെഡി കൂളൻറ്റ് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിസർവ് ടാങ്കിനകത്തും കൂളൻറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് AC ഇട്ട് നോക്കാം. നമ്മളിപ്പോൾ വണ്ടിക്ക് ഉള്ളിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബ്ലോവർ ഓണാക്കി, ACയുടെ സ്വിച്ച് ഓണാക്കി. ACയുടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അവിടെ ക്ലച്ച് പിടിച്ച എഞ്ചിൻ റൂമിൽ ക്ലച്ച് പിടിച്ച സൗണ്ടും കാര്യങ്ങളും എല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ നോർമലായിട്ടാണ് നിൽക്കുന്നത്, മീൻസ് ഹാഫിന് തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. ACക്ക് ഇപ്പോൾ നല്ല കൂളിംഗ് കാര്യങ്ങളുണ്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് വണ്ടി നമ്മൾ AC ഐഡ്ലിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ കൂളിംഗ് കുറച്ച് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കുറേ ദൂരം ഓടി കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള കൂളിങ്ങിൻ്റെ കുറവ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല കൂളും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് എഞ്ചിൻ റൂമിൽ പോയിട്ട് AC കംപ്രസറിന് പിടുത്തമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്ത് വന്നിട്ടാണ് വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. AC ഓണാണ്. ഇങ്ങോട്ട് നോക്കുന്ന അവസരത്തിൽ കംപ്രസർ കറക്റ്റ് തന്നെ പിടിക്കുന്നുണ്ട്. വേറെ കംപ്രസറിന് വേറെ ഒച്ചയോ കാര്യങ്ങളോ ഒന്നും അവിടെ കേൾക്കുന്നില്ല. മീൻസ് ബെൽറ്റ് ലൂസോ കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. അതിനുള്ള ഫീലിംഗ്, ബെൽറ്റിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ ആൾട്രാസിക്കിൻ്റെ സൗണ്ടായിട്ടുള്ള ഫീലോ കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. അതുപോലെ തന്നെ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ശരിക്കും കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റേഡിയേറ്റർ നമ്മൾ നോക്കിയാലും മനസ്സിലാവും. റേഡിയേറ്റർ ഇതിൻ്റെ പുതിയ റേഡിയേറ്ററാണ് ഇതിൽ വന്നേക്കുന്നത്. പുതിയ റേഡിയേറ്ററാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. മീൻസ് റേഡിയേറ്ററിന് എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് റേഡിയേറ്റർ ബ്ലോക്കോ അങ്ങനെയുള്ള വിഷയം കൊണ്ട് റേഡിയേറ്റർ പുതിയത് മാറിയതായിരിക്കാം. സംഭവം റേഡിയേറ്റർ പുതിയ റേഡിയേറ്ററാണ് കിടക്കുന്നത്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫാനും പുതിയത് തന്നെയാണ് കിടക്കുന്നത്. പുതിയ റേഡിയേറ്റർ ആയതുകൊണ്ടാണ് ആ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ അവിടെ വന്നിരിക്കുന്നത്. അത് തന്നെ ഈ കോറ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഇടുന്ന അവസരത്തിൽ ഫാൻ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. കൂളൻ്റ് കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കറക്റ്റാണ്. പക്ഷേ ഫാൻ നമുക്ക് എങ്ങോട്ടാണ് ഇത് കറങ്ങുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് AC ഇടാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ എൻ്റെ AC ഓൺ ആക്കിയിട്ടുണ്ട്. ഫാൻ വർക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. കാരണം ഈ പേപ്പർ എടുത്താൽ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഫാൻ വർക്ക് ചെയ്യുന്നത് കൈവച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷേ അത് വീഡിയോയിൽ കറക്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ കൈ വെക്കുമ്പോൾ ഇവിടെ കൈ വെക്കുമ്പോൾ കാറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ കൈ വെക്കുമ്പോൾ ഇങ്ങോട്ട് കാറ്റ് വരുന്ന ഫീലാണ് കിട്ടുന്നത്. ഇവിടെ കൈ വെക്കുമ്പോൾ നമ്മുടെ കൈ നല്ല ചൂട് കാറ്റ് അടിക്കുന്നു. അപ്പോൾ നമുക്ക് പേപ്പർ വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ പേപ്പർ ഇട്ടിട്ടുണ്ട്. പേപ്പർ വെക്കുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പേപ്പറിൽ കിട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. പേപ്പർ കാറ്റ് ഇങ്ങോട്ടാണ് കാറ്റ് വന്നുകൊണ്ട് ഇരിക്കുന്നത്. നോക്കിയാൽ നമുക്ക് പേപ്പർ എടുത്തു. ഇപ്പോഴാണ് പേപ്പർ താഴെ പോയത്. അപ്പോൾ കാറ്റ് നല്ല രീതിയിൽ ഇങ്ങോട്ട്
ഇങ്ങോട്ടാണ് വരുന്നത്. അതാണ് ഓവർഹീറ്റ് ആവാൻ നമ്മൾ മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ നമുക്ക് പേപ്പർ ഇവിടെ വെച്ച് നോക്കാം. നമ്മൾ പേപ്പർ ഇവിടെ നോക്കുമ്പോൾ അകത്തോട്ട് വലിച്ചു മാറ്റിയാണ് പേപ്പർ ചെയ്യുന്നത്. നോക്കിയാൽ മനസ്സിലാവും. അകത്തോട്ട് വലിച്ചുകൊണ്ട് പേപ്പർ പോവുകയാണ്. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിന് കാരണം നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പേപ്പർ വെച്ച് നോക്കിയപ്പോൾ കണ്ടതാണ്, നമ്മൾ പേപ്പർ ഇവിടെ വെക്കുമ്പോൾ ഇങ്ങോട്ടാണ് കാറ്റ് വരുന്നത്. അപ്പോൾ പേപ്പർ ഇവിടെ വെക്കുമ്പോൾ നേരെ സക്ക് ചെയ്തിട്ട് ഫാനിൻ്റെ ഭാഗത്തോട്ട് നീക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കാറ്റ് വരേണ്ടത് വെളിയിൽ നിന്ന് അകത്തോട്ടാണ് പോകേണ്ടത്. അതായത് കാറ്റ് ഇങ്ങനത്തെ ഡയറക്ഷനിലാണ് പോകേണ്ടത്. പക്ഷേ ഇതിൽ കാറ്റ് വരുന്നത് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയേറ്റർ മാറ്റിയ അവസരത്തിൽ ഇതിൻ്റെ ലൈൻ തിരിഞ്ഞു പോയതാകാനാണ് ചാൻസ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ലൈൻ നോക്കാം. ഇതാണ് ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ വയർ വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാലും മനസ്സിലാവും റേഡിയേറ്ററിൻ്റെ സോക്കറ്റ് വരുന്നിടത്ത് ഇവിടെ സോക്കറ്റ് ഇല്ല, കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടുന്ന് വയർ ജോയിൻ ചെയ്തേക്കാണ്. അപ്പോൾ ഈ ലൈൻ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫാന് ഇങ്ങോട്ട് ഉള്ള ഡയറക്ഷനിൽ, അതായത് കാറ്റ് വെളിയിലോട്ട് തള്ളി കൊടുക്കുന്ന ഒരു ഡയറക്ഷനിൽ വരും. അപ്പോൾ ഇതിൻ്റെ ലൈൻ തിരിഞ്ഞു പോയത് തന്നെയാണ് കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കപ്ലയർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരിക്കലും തിരിയില്ല. കാരണം കപ്ലയർ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ വയർ കൊടുത്തേക്കുന്നത് തിരിഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്കിത് വയർ മാറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഊരുന്ന വയർ ഊരി ഇത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതെടുത്ത് നേരെ ഇവിടെ കൊടുത്തു, ഇതെടുത്ത് നേരെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വയർ കൊടുത്തിരുന്നത് തിരിച്ച് കൊടുത്തിരുന്നതാണ്. നമ്മളിപ്പോൾ അത് അവർ കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ വയർ നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് AC ഇട്ടിട്ട് കാറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് AC ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിന് കണക്ഷൻ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പേപ്പർ വെച്ചിട്ട് എങ്ങോട്ടാണ് കാറ്റ് പോകുന്നതെന്ന് നോക്കാം. കൈ വെച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പേപ്പർ ഇവിടെ വെച്ചു. പേപ്പർ ഇവിടെ വെക്കുമ്പോൾ ഫുള്ളായിട്ട് ടച്ച് ചെയ്ത് അകത്തോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, മീൻസ് ഇതിനകത്ത് കാറ്റ് അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് പേപ്പർ ഈ മറുസൈഡിൽ വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ പേപ്പർ വെക്കുമ്പോൾ കാറ്റ് പേപ്പറിൽ നോക്കിയാലും മനസ്സിലാവും. നേരത്തെ ഈ പേപ്പർ ഇങ്ങോട്ട് ഫാൻ്റെ സൈഡിലോട്ട് അടിച്ച് പോയ പാടാണ് ഈ കാണുന്നത്. ഇപ്പോൾ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നേരെ പേപ്പർ മുകളിലോട്ടാണ് പോകുന്നത്. മീൻസ് കാറ്റ് അവിടെ ഇങ്ങോട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാറ്റ് അടിക്കേണ്ടത്. കാറ്റ് വരേണ്ട സിസ്റ്റം ഇതാണ്. വെളിയിൽ നിന്നുള്ള കാറ്റ് അകത്തോട്ടാണ് വരുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ റേഡിയേറ്റർ കൂളാവുള്ളൂ, അതുപോലെ തന്നെ AC കണ്ടൻസറും കൂളാവുള്ളൂ. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിലൂടെ കണ്ടതാണ് ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഫാന് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഇങ്ങോട്ടാണ് കാറ്റ് വരേണ്ടത്. പക്ഷേ വണ്ടി വരുന്ന ഒരു അവസരത്തിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കാറ്റ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ AC ഇടുന്ന അവസരത്തിൽ നമുക്ക് ടെമ്പറേച്ചർ ഹൈ ആവുകയും ACക്ക് കറക്റ്റായിട്ട് കൂളിംഗ് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റേഡിയേറ്റർ AC ഇടാതെ വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ കാറ്റ് ഫ്രണ്ടിൽ നിന്ന് കാറ്റ് ഇങ്ങോട്ട് ഓൾറെഡി കാറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എൻജിൻ കുറച്ച് കൂളാവുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ അവിടെ ഫീൽ ചെയ്യാതെ വന്നത്. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ശരിക്കും ടെമ്പറേച്ചർ ഹൈ ആയിട്ട് വരും. കാരണം ഫാൻ ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെയുള്ള ചൂട് കാറ്റിനെ നേരെ ഇങ്ങോട്ട് തള്ളുക അല്ലാതെ അപ്പോൾ റേഡിയേറ്റർ കറക്റ്റായിട്ട് കൂളാവില്ല. ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ള നല്ല തണുത്ത കാറ്റിനെ ഇങ്ങോട്ടാണ് തള്ളി കൊണ്ടുവരേണ്ടത്. ഇങ്ങോട്ട് തള്ളി കൊണ്ടുവരുമ്പോൾ ഇവിടെയാണ് റേഡിയേറ്റർ ഇരിക്കുന്നത്, ഫാൻ്റെ പൊസിഷൻ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ റേഡിയേറ്റർ നല്ല രീതിയിൽ കൂളാവും. അതുപോലെ തന്നെ കണ്ടൻസർ ഇരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്, അതായത് റേഡിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ് കണ്ടൻസർ ഇരിക്കുന്നത്. അപ്പോൾ കണ്ടൻസറും നല്ല രീതിയിൽ തണുക്കും. എന്നാൽ മാത്രമേ നമുക്ക് AC ഇടുമ്പോൾ നല്ല കൂളിങ് കിട്ടുള്ളൂ. അപ്പോൾ ഫാൻ, അതായത് റേഡിയേറ്റർ ഫാനും അതുപോലെ തന്നെ റേഡിയേറ്റർ മാറിയ അവസരത്തിൽ ഇതിൻ്റെ സോക്കറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ 2 വയർ കൊടുത്ത അവസരത്തിൽ ഈ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നത്. അങ്ങനെ വയർ മാറിപ്പോയപ്പോൾ ഫാൻ നേരെ ഓപ്പോസിറ്റ് വേയിൽ കറങ്ങാൻ തുടങ്ങി. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വലിക്കുന്ന രീതിയിൽ കറങ്ങാൻ തുടങ്ങിയപ്പോൾ റേഡിയേറ്റർ കൂളാവാതെ വരുന്നു. അതുപോലെ തന്നെ കണ്ടൻസറും കൂളാവാത്ത അവസരം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻജിൻ ഓവർഹീറ്റ് ആവും. കാരണം റേഡിയേറ്ററും അതുപോലെ തന്നെ കണ്ടൻസറും കറക്റ്റ് കൂള് കിട്ടാതെ വരുമ്പോൾ എൻജിൻ നല്ല രീതിയിൽ ഓവർഹീറ്റ് ആവും, വെള്ളം തിളച്ചു പോകും. അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ വെള്ളം എല്ലാം കംപ്ലയിൻറ്റും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്, പക്ഷേ ഓവർഹീറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ AC ഇടാതെ കുറേ ദൂരം പോകുന്ന അവസരത്തിൽ
പുറത്തുനിന്ന് കാറ്റ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ടാണ് നല്ലൊരു ഫീൽ കിട്ടാത്തത്. പക്ഷേ നല്ല രീതിയിൽ നല്ല ലോങ് ഒക്കെ പോകുന്ന ഒരു അവസരമാണെന്നുണ്ടെങ്കിൽ എഞ്ചിന് എ സി ഇടാതെയും എഞ്ചിൻ നല്ല രീതിയിൽ ഓവർ ഹീറ്റ് ആകും. അത് എ സി ഇടുന്ന അവസരത്തിൽ ആ ഒരു ഫീൽ കസ്റ്റമർക്ക് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാരുതി സുസുക്കി 800 MB-5 വണ്ടിയുടെ ഈ റേഡിയേറ്ററിൻ്റെ ഫാന്, അതായത് വണ്ടി എ സി ഇട്ട് ഓടുന്ന അവസരത്തിൽ ഓവർ ഹീറ്റ് കാണിക്കുന്ന ഒരു കംപ്ലൈൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ ഫാന് ഓപ്പോസിറ്റ് വേയിലാണ് കറങ്ങുന്നത്. ഇത് മാരുതി എന്നല്ല, ഏത് വണ്ടി ആയാലും ഫാൻ ഓപ്പോസിറ്റ് വേയിൽ കറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എഞ്ചിന് കൂള് കിട്ടാതെ വരും. അതായത് പുറത്തുള്ള കാറ്റിനെ അകത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ എ സി കണ്ടൻസർ അതുപോലെ തന്നെ റേഡിയേറ്ററും കൂളാവുകയുള്ളൂ. എന്നാൽ മാത്രമേ ഓവർ ഹീറ്റ് ആവാതെ വരികയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഫാൻ ഓപ്പോസിറ്റ് കണക്ഷൻ തിരിഞ്ഞു പോയതാണ് ഇതിൽ വന്ന ഒരു കുഴപ്പമായിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ അത് കണ്ടതാണ്. അപ്പോൾ മാരുതി സുസുക്കി 800 MB-5 വണ്ടിയുടെ എ സി ഇടുമ്പോൾ ഓവർ ഹീറ്റ് അല്ലാത്ത ഒരു അവസരത്തിലും ഓവർ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാനിൻ്റെ കാര്യം കറക്റ്റായിട്ട് നോക്കുക. റേഡിയേറ്റർ ഫാനൊക്കെ മാറിയ അവസരത്തിൽ ഈ കപ്ലെയർ ഇല്ലാതെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തേക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല മാറിയിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.